വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുതിയ ഫാത്തിമ സൗഫിയുടെ 4 കുളിയാണ്. അതെ, 14th സെറമണി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ തന്നെ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാമെന്നും പറഞ്ഞ് ഹിബായൊക്കെ ബലൂൺ വീർപ്പിച്ച് തരാം ഞങ്ങൾക്ക്. അപ്പോൾ വലിയ കാര്യത്തിലൊന്നുമില്ല, ചെറുതായിട്ട് ബലൂൺസ് ഒന്ന് തൂക്കിയിടണം, അത്രമാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹിബായും സനിയൊക്കെ തലേന്ന് വന്നിട്ടുണ്ടായി. അപ്പോൾ അതേ തലേന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്ലാനിങ്, പക്ഷേ നടന്നില്ല. അപ്പോൾ ഞങ്ങൾ പിറ്റേന്നത്തേക്ക് ആക്കി അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്തിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അതേ ഓരോരുത്തർ വന്നു. പിന്നെ അതേ മോളെ ഹിബ റെഡിയാക്കിയിട്ട് കണ്ണൊക്കെ എഴുതി കൊടുത്തു. ചോറ് വെക്കേണ്ടത്, അതായത് നെയ്ച്ചോറൊന്നും തിന്നാത്തവർക്ക് വെറും ചോറ്, പിന്നെ ബീഫ് കറി കൂട്ടാത്തവർക്ക് ചിക്കൻ കറി, പിന്നെ ജീരകവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പ് പായസം ഉണ്ടായി. അങ്ങനെ അതൊക്കെ റെഡിയാണ് കേട്ടോ. ഇനി എല്ലാവരും വന്ന് ഇതാക്കി അപ്പോഴത്തേക്ക് ഇക്കായും എല്ലാവരും മേശയും കസേരയൊക്കെ ഹാളിൽ പിടിച്ചിട്ടിട്ടോ. എല്ലായിടത്തും അതായത് അകത്ത് വെച്ച് തന്നെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചേക്കണം. അത് കഴിഞ്ഞ് എൻ്റെ അനിയനവിടെ ടി വിയിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അപ്പുറത്ത് സൗഫി റെഡി ആവാൻ വേണ്ടി അവൾ കുളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇതേ പുള്ളിയും ഉറങ്ങിയാണ്. ആ സമയം കൊണ്ട് അവൾ വേഗം റെഡി ആവാമെന്നും പറഞ്ഞു അങ്ങനെ റെഡി ആവുമായിരുന്നു കേട്ടോ. അത് ഞാനിട്ട വീഡിയോസിലൊന്നും ബേബീൻ്റെ ഫേസ് കാണിച്ചിട്ടില്ല, അപ്പോൾ ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോവുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബേബീൻ്റെ പേര് ഹാല മേർഷ്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും വന്നിട്ട് അപ്പോൾ വെള്ളം എടുക്കുകയാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടി. മുന്തിരി ജ്യൂസാണ് കേട്ടോ. പിന്നെ അവളെ അവിടെ കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ അവളെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടോ. അങ്ങനെ സൗഫി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി മിഠായിയൊക്കെ പാത്രത്തിലാക്കി വച്ചേക്കാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ പാൽ കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് സൗഫി പോളൊക്കെ പാലൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മടിയിട്ട് ആട്ടിക്കെടുത്തി ഉറക്കണം കേട്ടോ. അങ്ങനെ അവൾ ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ ആ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എവിടെ പിന്നെ മിഠായിയൊക്കെ കൊടുത്തു. പിന്നെ ഉമ്മച്ചിൻ്റെ അലുവയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ലഡുവും കൊണ്ടുവന്ന് കൊടുത്ത്. അങ്ങനെ റിസാലിൻ്റെ വാപ്പച്ചിനും ഉമ്മച്ചിനെയൊക്കെ ഇരുത്തി ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ റിസാലിൻ്റെയും സൗഫിൻ്റെയും പിള്ളേൻ്റെ ഫോട്ടോ എടുത്ത്. പിന്നെ ഞങ്ങളും എടുത്തിട്ട് ഫോട്ടോസ്. അത് പിന്നെ അകത്തേക്ക് വരുമ്പോൾ ഫുഡൊക്കെ വിളമ്പി തുടങ്ങി. ഓരോരുത്തരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിള്ളേനെ മര്യാദക്ക് നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ റൂമിൽ കൊണ്ടുവന്ന് വീണ്ടും ഫോട്ടോ എടുക്കാനുള്ള ഇതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേനെ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോഴത്തേക്ക് എൻ്റെ മോനിക്ക് ചോറ് വേണമെന്നും പറഞ്ഞാൽ അവനിക്ക് വാരി കൊടുക്കേട്ടോ. മോള് ആദ്യൻ്റെയൊക്കെ കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടോ. അത് പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ എൻ്റെ മോൻ്റെ അടുത്ത് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ അവനെടുത്ത വീഡിയോസാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും പായസമൊക്കെ വിളമ്പിട്ടോ. പരിപ്പ് പായസം പറഞ്ഞ അത് കഴിഞ്ഞ് എല്ലാവരും പോയിട്ടോ. അത് വൈകുന്നേരം കഴിപ്പിക്കും. എനിക്ക് പഞ്ചായത്തിൽ പോകണമായിരുന്നു. വോട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ പേര് ഇവിടെ ചേർത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അത് ചേർത്തു. അപ്പോൾ അതിനകത്ത് ഒപ്പിടാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയതാണ് കേട്ടോ. പിന്നെ തിരിച്ചു വന്നാൽ ഈ കടയിൽ കയറി പാലൊക്കെ വാങ്ങിച്ചു. അപ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ ആദ്യം ഹിബായൊക്കെ ഫോണിൽ ഗെയിം കളിക്കുന്നത്. അപ്പോൾ എൻ്റെ മോൻ അത് നോക്കിയിരിപ്പുണ്ട്. പിന്നെ ആദ്യം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആദ്യം തന്നെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ഉടുപ്പ് ഒരു ഉടുപ്പും കൂടി ഉണ്ടല്ലോ ആക്കിയത്. പിന്നെ രാത്രി ഞങ്ങൾക്കൊരു റിസപ്ഷൻ കിട്ടും. അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആവാൻ പോവുകയാണ്. അപ്പോൾ മോളെ റെഡിയാക്കി, മോനെ റെഡിയാക്കി, ഞാനും റെഡി ആവാൻ പോവുകയാണ്. ഇത്ര വീഡിയോ കല്യാണത്തിനൊക്കെ പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ